കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ളവനങ്ങളെ അറിയിപ്പ് നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിയോസ് തന്നെ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാരകാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. The Gospel according to Saint Luke chapter 1 verse 39 onwards. ആ കാലത്ത് മറിയാം എഴുന്നേറ്റ് മലനാട്ടിലെ ഒരു യഹൂദ്യ നഗരത്തിലേക്ക് ഉത്സാഹത്തോടെ പോയി സ്കറിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനോട് സമാധാനം ചോദിച്ചു. മറിയാമിന്റെ സമാധാനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലെ പ്രജ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അത്യുച്ചത്തിൽ മറിയാമിനോട് പറഞ്ഞു, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി? നിന്റെ സമാധാന ശബ്ദം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ എന്റെ ഉദരത്തിലെ പ്രജ വലിയ സന്തോഷത്തോടെ തുള്ളിച്ചാടി. കർത്തൃസന്നിധിയിൽ നിന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം പറഞ്ഞു, എന്റെ ദേഹി കർത്താവിനെ സ്തുതിക്കുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ആഹ്ലാദിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാലും ഇതു മുതൽ സർവ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്തെന്നാൽ സർവശക്തനും പരിശുദ്ധനുമായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവനെ ആശ്രയിക്കുന്നവരുടെ മേൽ അവന്റെ കരുണ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകും. അവൻ തന്റെ ഭുജം കൊണ്ട് വിജയം നേടി ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിച്ചു. ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താഴ്മയുള്ളവരെ ഉദ്ധരിച്ചു. വിശന്നിരുന്നവരെ നന്മകൾ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും സമ്പന്നന്മാരെ വെറുതെ അയക്കുകയും ചെയ്തു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും അരുളി ചെയ്ത പ്രകാരം അവൻ തന്റെ കരുണയെ സദാ ഓർത്തുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. അനന്തരം മറിയാം 3 മാസത്തോളം എലിസബത്തിന്റെ അടുക്കൽ താമസിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് തിരിച്ചുപോയി. ബാറക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. യജമാനൻ വരുമന്നേരത്തുണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ നാം എല്ലാവരും
പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും സദാ നേരവും ഇടവിടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരേണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രിയിൽ നിന്ന് ജനിക്കുകയും ഗോകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസികളായ ജനങ്ങൾക്ക് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചവരെയും ആനന്ദിപ്പിക്കുവാൻ മതിയാവുകയും ചെയ്ത ജീവന്റെ അപ്പമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബുകുലഹൂൻ യൗമോ സോദഹായാൻ ലവൽ ബീൻ. ബാർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യാചാര്യന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്തവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ അതിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അതിൻ്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനേതേതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കേണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അതിൻ്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും നീ ഓർക്കേണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകേണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന് നാഥനുമായ മശിഹാതമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നീ എഴുന്നള്ളേണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളേണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്നും കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂൽ സുബാൻ ലഹുൽ മീൻ. ദൈവാധിദൈവവും കർത്താവുമേ, തിരുസന്നിധിയിലും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളോവേ, തിരുമുൻപാകെയും തന്റെ തേജസ്സിൽ അഗ്നിമയന്മാർ പരിഭ്രമിക്കുകയും
തന്റെ ദർശനത്തിൽ ആത്മീയന്മാർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്ന എന്റെ നാഥ, നിന്റെ മുൻപാകെയും ഞങ്ങൾ വണങ്ങി നിന്റെ ദൈവത്വത്തോടെ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ശ്രോപ്യന്മാരുടെ ശുശ്രൂഷകൾക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്യരഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഞങ്ങൾ തിരുമുൻപാകെയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. നിന്റെ പരിശുദ്ധ റൂഹായെ അയച്ച് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തെയും വീഞ്ഞിനെയും ശുദ്ധീകരിക്കണമേ. നിർമ്മലമായ സുഗന്ധബലികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി ഭവിക്കണമേ. അവരോടൊരുമിച്ചും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂൽ സുബാൻ ലൗൽ മീൻ. ആമീൻ. കർത്താവിന്റെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറക്കുമോർ, ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന അടിയൻ ഇപ്രകാരം കീർത്തിച്ചു ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹ പരിശുദ്ധനാകുന്നു. താൻ സകല ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ മേലും സഹോദരീ സഹോദരങ്ങളുടെ മേലും ഗുരുക്കന്മാരുടെ മേലും നേതാക്കന്മാരുടെ മേലും സഭയുടെ മക്കളായ വിശ്വാസികളായ സകല പരേതന്മാരുടെ ആത്മാക്കളുടെ മേലും കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രായ് ഹൂൻ ഒൽമലഹോലം ഒൽമീൻ. ബാറക്കുമോർ, ദൈവജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്യാചാരന്റെ പ്രാർത്ഥന ഏറ്റുകൊള്ളണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിന്റെ പിതാവിനും പ്രകാശം സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയിലാകുന്നു. സാരാംശപിതാവിടെ സമത്വമുള്ളവനും സർവ്വം താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവനന്തപുരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ
തന്റെ വലിയ മഹത്വത്തോടെ ഗുരുവായിരിക്കുന്നവനും തന്റെ രാജാസംസ്ഥാനമായ യേശുമിശിഹായെ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ബാർക്കുമോർ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഗുരുക്കന്മാരെ, ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ദൈവം തമ്പുരാൻ സ്വീകരിക്കുവാനായി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തെ ജയിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവവിശുദ്ധമുള്ള ഏകരൂഹായിലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയേതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിലേറിയതാ, ഇന്നിപ്പോളി ആചാര്യൻ അനുഭവിച്ചിടും ദോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരേതു കരുണയുടെയും അലിവിന്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിഹസ്തരുമായി തമ്മിലിരക്കും സമയം താൻ. അതിനാൽ സോദരരെ വരുവിൻ, ഒരുപോൽ കരുണയിരന്നീടാം. നാദാ കൃപ ചെയ്തിടണമേ, നാദാ കൃപ ചെയ്യുക കനിവാൻ, നാദാ ഉത്തരമരുളി അടിയാരോട് കൃപ ചെയ്യണമേ. നല്ലവനേ ഞങ്ങളുടെ ബലഹീനതയോടുത്തരമരുളണമേ. നാമെല്ലാവരും ഒത്തൊരുമിച്ച് അട്ടഹസിച്ചുരചേണം. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ, ഇതു നമസ്കാരത്തിൻ സമയം, ഇതു തന്നെ കരുണാ സമയം. ഉന്നത പദവിയിലേറിയതാ, ഇന്നിപ്പോളി
Barakamos Tamangale. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും ഐക്യവും പരിപൂർണമായ സമാധാനവും ഞങ്ങൾക്ക് നൽകേണ്ടവേ. നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂൽ സുബാൻ ലവൽ മീൻ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുംബനത്താൽ ഓരോരുത്തനും അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ തമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം. തൽ ശ്ലോമോയും ശൈനോയും നമ്മെ കാക്കട്ടെന്നാളും അന്യോന്യം സ്നേഹിക്കണമെൻ ഓദിയനാദാനിൻ സ്നേഹം വാണിടണമെന്നും സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ ഭൂതലമെങ്ങും നൽശാന്തി മാനവരിടയിൽ സംപ്രീതി. ബാർക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, അനശ്വരമായ അതിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും പരിപാലിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും നിനക്ക് സമർപ്പിക്കുന്നു. ഹോശോ വബുകൂൽ സുബാൻ ലവൽ മീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂൽ സുബാൻ ലവൽ മീൻ. ബാർക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെ
ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാനിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോടൊരുമിച്ച് കീർത്തന സ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി തീരേണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധകരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാരക്കുമോ ബാരേ ഉഖാദേ വക്സോ മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്തു. ലഹോനു അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തു കലർത്തിയ കാസായും തന്റെ തൃക്കരങ്ങളിൽ എടുത്ത് വാഴ്ത്തി സ്തോത്രം ചെയ്തു. ബാരേ ശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് അതിനെ പൂർത്തീകരിച്ചു. ലഹോനു ഞാൻ വരുന്നതുവരെ എന്റെ സ്മരണയ്ക്കായി ഇപ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞുകൊണ്ട് അവ വിശുദ്ധ ശ്രീഹന്മാരെ താൻ ഭരമേൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ അല്ലാതെ ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുരുഷാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ലാബു ഖാദബറോ സർവശക്തനായ പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഇറങ്ങുന്ന പ്രതാപത്തോടുകൂടി ഇറങ്ങി
വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഞങ്ങളുടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളേണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. നല്ലവനേ, ദയ തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ ദൃശ്യമായി ഇറങ്ങി ആവസിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ തിരുശരീരമാക്കി താൻ പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ദൃശ്യമായി ഇറങ്ങി ആവസിച്ച് ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മശിഹാ തമ്പുരാന്റെ തിരുരക്തമാക്കി താൻ പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ അബുകുൽ സുബാൻ ലവൽ ബീൻ. കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധവളയം യേശുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികന്മാരായ ആബുന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബുന്മാ ബെസയോസ് മാർത്തോമാ മാത്യോസിയൻ കാതോലിക്കാബായ്ക്ക് വേണ്ടിയും ആബുന്മാ ഗീഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുന്മാ ഇവാനിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സ്ഥല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നീ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബുകുൽ സുബാൻ ലഹുൽ ബീൻ. ബാരക്കുമോഹർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിൽ ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായി ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങളെ നൽകണമേ.
അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാരക്കുമോർ 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുകൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചകളെയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാറക്കുമോർ, ഭൂമിയിലെ സകലവംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗലിസ്തന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മാറിയോഹാനും മബ്ദാനായും ഷമ്മാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തെഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മർത്തോമാ സ്ലീഹായെയും ശേഷം സകലശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവിടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോട് ഒരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബാരക്കുമോർ, ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്തുന്തീനോസ് പോലീസിലും എഫേസൂസിലും വച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നതോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫിലക്സിനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കോബ് ബുർദാനായും മാർ അപ്രേമും മാർ യാക്കോബും മാർ ഇസ്ഹാക്കും മാർ ബാലായും
ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബെസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവനാസ്യോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചെന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോശോ വബുകുൽ സുബാൻ ലവൽ മീൻ. സകലജനങ്ങളെ ഉടവനായിരിക്കുന്ന പിതാവായ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻമൂടി നിർഭാവിച്ച് വിശ്രമിച്ച നിന്റെ അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോ എന്നിട്ട് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങളുടെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ പറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെ അറിവോടാതെ ഞങ്ങൾ അവർ ചെയ്തു പോയിട്ടുള്ള കർത്താവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതന്മാരുടെയും അപരാധങ്ങളെ നീ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയമായ അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മുഖാന്തരവും നിന്റെ പരിശുദ്ധ റൂഹായുടെ കൂടെ സകലത്തിലും എന്ന പോലെ വിശുദ്ധ കുർബാന വഴിയായും മഹത്വപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബുകുൽ സുബാൻ ലവൽ മീൻ. ബാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നഹവൂ വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹാ തമ്പുരാന്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പേജ് നമ്പർ 283. ആകാശം ഫേസുന്നവനേ ഫേസിക്കൻ മറിയാ വന്ദനമേ യേശുവാ
യഹൂദാ പർവ്വതമേറി ഈശോബാ കുശലം കേൾക്കേ കർത്താവേ തീർന്നോർത്തുമുദാ മാതാവിൻ നുദരം തന്നിൽ യോഹാനോൻ ആഹ്ലാദിച്ചു. കന്യകയോടു റൂഹാമൂലം വന്ധ്യവിളിച്ചു പറഞ്ഞേവം പെൺമണിമാരിൽ ഭാഗ്യവതി ധന്യമഹോ നിൻ ഗർഭഫലം കർത്താവിൻ അമ്മേ വരിക നിന്നാഗമനം മംഗളമാ നാദമാ നാവോർത്തുവരാൻ ഭാഗ്യമിനി കിങ്ങുണ്ടായി. മാതാവിൻ കൂടൻ കർത്തൻ തൻ ഹോഷകനെ ദർശിപ്പാ സൗഭാഗ്യം മേ നൽകിയതാ സ്തുതിയെന്നെന്നും സർവേശ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും വേണ്ടി നമ്മുടെ കർത്താവിനോട് ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടേണ്ടതിനു വേണ്ടിയും ദൈവരാജ്യത്തിന്റെ അവകാശികളാകുന്നതിനു വേണ്ടിയും ഇപ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ അവർക്ക് ഇവ സൗജന്യമായി നൽകണമേ. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഇപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുശംസകളെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തു പോയിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും
സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറക്കുമോർ അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനങ്ങളെയും നിന്റെ ഇടവകയിലെ ആടുകളെയും വലത്തുകൈ ആവസിപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. തഹവേ തൈബോസോദുർഹമേ. പരിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്ധ്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും കരുണകളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പാറക്കുമോർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ പരിശുദ്ധനില്ല. ശുഭഹോയിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധർക്കും എന്നും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതന്മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജി സ്വർഗത്തിൽ നീതി ജന്മാസേതന്മാരെന്നീ വരപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകീഴും. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയ നിൻ വലമായി രാജഭാമിനിയും കരജന്മോഹിപ്പാൻ ശോഭന
ശ്ലോമോ സ്തുതിദാതനും സുതനും പാവനറോ ഹായ്ക്കും അഖില ജഗൽപതിയേ കുരിശും നിൻ മാതൃജനത്തെ പ്രാർത്ഥനയും പണികളെയും നിൻ കോപത്തിൻ പണികളെയും മായ്ച്ചിടേണം. നീതിമാൻ പന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരും അവൻ ലബനോൻ കാരകിൽ തളച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും പാർക്കുമോ. ശുഭഹോല ബ്രോവൽ റോഹോ കാദീശോ പിൻപോലും വാദാമിനുപോലങ്ങൾ മീനമീനൊരു പോലിങ്ങും മാർത്തോമാ ശ്രീഹ നിബിമാരെ ശ്രീഹന്മാരെ അഭ്യർത്ഥിപ്പി സഭയും സൂര്യനും ബ്രോവൽ റൂഹോ കാദീശോ നിർമ്മല ദേവി ശ്രീഹ സഹദന്മാരെ നിങ്ങളുടെ മകുടം വാരിൽ ഭക്തജനം ഭൂവിൽ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതി മാനിച്ചു ശുദ്ധന്മാരെ നിങ്ങൾ പണികളെയും തൻ കോപത്തിൻ പണികളെയും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. വന്ദനായ കോറപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, കർത്താവിലേറെ സ്നേഹമുള്ള വിശ്വാസ സമൂഹമേ, we are going to celebrate the feast of nativity after few weeks, and we are in the 5th Sunday of this season. The season is known as the season of Annunciation. കർത്താവിൻ്റെ അറിയിപ്പുമായി ബന്ധപ്പെട്ട്, ജനനവുമായി ബന്ധപ്പെട്ട് സഭ ആചരിക്കുന്ന ആരാധനാ പാരമ്പര്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്ന് വായിച്ച വേദഭാഗം The Gospel according to St. Luke chapter 1 verse 39 onwards. രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രായപരിധിയിൽ നിന്നുകൊണ്ടും
അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ വിസ്മരിച്ചുകൊണ്ടും പരസ്പരം സന്തോഷം പങ്കുവെക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് ഇന്ന്. ദ ഫീസ്റ്റ് ഓഫ് വിസിറ്റേഷൻ ഓഫ് മദർ മേരി ടു എലിസബത്ത്. എല്ലാ വർഷവും ഇത് നമ്മൾ ആചരിക്കാറുണ്ട്. ഇന്ന് സഭ പൊതുവെ വിമൻസ് ഡേ ആയിട്ട് ഇതിനെ പ്രത്യേകം കരുതാറുണ്ട്. കാരണം രണ്ട് സ്ത്രീകൾ തമ്മിൽ കാണുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സംസാരിക്കുന്നതും വേദപുസ്തക കാലഘട്ടത്തിൽ സംസാരിക്കുന്നതുമായി താരതമ്യം ചെയ്യുവാനോ കുറവുകൾ കണ്ടെത്തുവാനോ അല്ല ഞാനിവിടെ ശ്രമിക്കുന്നത്. ഇന്നത്തെ സ്ത്രീകളും നല്ലത് സംസാരിക്കുന്നുണ്ട്, പഴയ സ്ത്രീകളും നല്ലത് സംസാരിക്കാറുണ്ട്. നല്ലത് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചാലും വാ തുറക്കുമ്പോൾ അറിയാതെ ഹൃദയത്തിലുള്ളത് പുറത്തേക്ക് വരുന്ന സന്ദർഭങ്ങളും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഈ രണ്ട് വ്യക്തികൾ അമ്മമാരാകുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരുടെ ഹൃദയത്തിലും ചിന്തകളിലും ധാരാളം വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിനെയെല്ലാം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് അവരുടെ പ്രദേശത്തേക്ക് പോകുകയാണ്. ആ പ്രദേശം പഴയ നിയമത്തിലുണ്ട്. ജെനസിസ് ചാപ്റ്റർ 50, ഹെബ്രോൻ. ഇതാണ് പിൽക്കാലത്തെ യഹൂദ്യ മലനാടെന്ന് വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്ഥലത്തൊക്കെ പോയിട്ടുള്ളവര്, ഈ ദേവാലയത്തിൽ ഉണ്ട്, എന്നെ കേൾക്കുന്നവരുണ്ട് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദ ഫസ്റ്റ് വൺ, ദ നീഡ് ഓഫ് ഫെലോഷിപ്പ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കണം എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് വേദനയുടെ സന്ദർഭത്തിലും പ്രതിസന്ധിയുടെ സന്ദർഭത്തിലും ഈ രണ്ട് സ്ത്രീരത്നങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ രോഗം വന്നാൽ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, വിസിറ്റേഴ്സ് ആർ നോട്ട് അലൗഡ്. അതിന് അവരുടേതായ വ്യക്തിപരമായ കാരണങ്ങൾ കാണും. ഒരുപക്ഷെ നമ്മളിത് പ്രസിദ്ധപ്പെടുത്തുമെന്ന് പേടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് ആ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷേ ഇവരും യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് വേദനപ്പെട്ട രണ്ട് രോഗികളാണ്. ഒന്ന് പ്രായം കുറഞ്ഞ ദൈവമാതാവ്, ഒന്ന് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച എലിസബത്ത്. ഈ രണ്ടു പേർക്കും സമൂഹത്തിന്റെ മുമ്പിൽ മാനസികമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടായിട്ടും അവരെന്താ ചെയ്തത്? അവർ രണ്ടുപേരും സംഗമിക്കുവാൻ, ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ ഇഷ്ടപ്പെട്ടു. സഭ ആദിമകാലം തൊട്ടേ ഇത് പഠിപ്പിക്കുകയാണ്, കൂട്ടായ്മയുടെ അനുഭവം. ഏദന്റെ പറുദീസയിൽ ആദമിന് തക്കതായ ഒരു തുണയെ കൊടുത്തു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മ. അത് പുതിയ നിയമ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ ആക്ട്സ് ഓഫ് ദ അപ്പോസിൽസ് ചാപ്റ്റർ 2 അതിനകത്ത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ആദിമ സഭ എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. അപ്പം നുറുക്കിയും പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൂട്ടായ്മ ആചരിച്ചും അവരുടെ ആദിമ ക്രൈസ്തവ ജീവിതം ആരംഭം കുറിച്ചതാണ്. ഇന്നും അത് തുടരുന്ന സമൂഹത്തെ വിളിക്കുന്ന ഒരു വലിയ പേരാണ് ക്രൈസ്തവ ജനത, ക്രൈസ്തവ സമൂഹം. സോ ഇത് ഈ അമ്മമാർ രണ്ടുപേരും കൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ദ നീഡ് ഓഫ് ഫെലോഷിപ്പ് എമംഗ് ഹ്യൂമൻ ബീയിങ്സ്. രണ്ട്, ദ ട്രൂ റിലേഷൻഷിപ്പ് ഓഫ് ഹെൽത്തി മൈൻഡ്. പ്രതിസന്ധി വന്നാൽ സാധാരണ നമ്മൾ ഓടി ഒളിക്കാറുണ്ട്, മുഖം കൊണ്ടത് വ്യക്തമാക്കാറുണ്ട്, സംസാരിക്കുന്നവരോട് മിണ്ടാതിരിക്കാറുണ്ട്. നമുക്കൊക്കെ പ്രതിസന്ധി വരുമ്പം പലപ്പോഴും ചെയ്യുന്ന ചില സൈക്കോളജിക്കൽ മൂവുകളാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ രണ്ട് വ്യക്തികളും കാണിക്കുന്നത് അവരുടെ മനസ്സിന് ആരോഗ്യമുണ്ട്. ശരീരത്തെ ബാധിക്കുന്ന ധാരാളം പ്രതിസന്ധികൾ വന്നെങ്കിലും മനസ്സാരോഗ്യമുള്ളതായതുകൊണ്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ട മലനാട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം, ദൈവമാതാവ് അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ പാഠം ഉണ്ടാകണം. പ്രതിസന്ധി ചിലപ്പോഴൊക്കെ കടന്നു വരാം. ആ സമയത്ത് ഒരു ഐസൊലേഷൻ നമുക്ക് ഇഷ്ടം തോന്നും. അതിലും വലുതാണ് മനുഷ്യരോടുള്ള പ്രാർത്ഥനയുടെ സംഗമം.
ആരോഗ്യമുള്ള മനസ്സുകൾ തമ്മിൽ കൂട്ടിയോജിക്കപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മാറ്റപ്പെടും. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരക്കെ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് എൻ്റെ മൂന്നാമത്തെ ചിന്ത, വിമൻ എംപവർമെന്റ്. സോ വാട്ട് യു മീൻ ബൈ വിമൻ എംപവർമെന്റ്? സ്ത്രീകളോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാകും എന്നെനിക്കറിയാം. അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എനേബിളിംഗ് വിമൻ ടു ആക്സസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈറ്റ്സ് ഇൻ വേരിയസ് ഫീൽഡ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലും ഒപ്പം അവർക്ക് ലഭിക്കുവാനിരിക്കുന്ന അവസരങ്ങളും നിഷേധിക്കപ്പെടാതെ അത് ലഭിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ചുകൂടി അവരെ തന്നെ ശാക്തീകരിക്കുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് വിമൻ എംപവർമെന്റ്. എന്നാൽ ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട്, ഭർത്താവിനെയും മക്കളെയും ഒക്കെ വീട്ടിലാക്കിയിട്ട് ഒരു ആസ്വാദനം നടത്താൻ വേണ്ടി ഒറ്റയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ ആഹ്ലാദത്തിന് വേണ്ടി മാത്രം പോകുന്ന വിമൻ എംപവർമെന്റും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് വ്യക്തികൾ പഠിപ്പിക്കുന്നത് there is a new definition for women empowerment. എങ്ങനെയാണ് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടേണ്ടുന്നത്? നന്മകൾ പരസ്പരം സന്തോഷത്തോടെ പറയുക, സങ്കടം വന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ബോധപൂർവം മനസ്സിനെ ബന്ധപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഈ ചിന്തകൾ ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ശാക്തീകരണം അല്പം കൂടി ആത്മീയ തലത്തിൽ ഉൾപ്പെടാനായിട്ടൊരു സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ പണ്ട് വിവാഹം കഴിഞ്ഞാൽ അവർ ഹണിമൂണിനല്ല പോകുന്നത്, പിന്നെ എവിടെയൊക്കെ പോകുന്നത്? വിരുന്നിന് പോകുന്ന ഒരു ചടങ്ങുണ്ട്. എല്ലാ വീടും കയറി ഇറങ്ങുക. രണ്ടു പേർക്കും പരിചയപ്പെടുത്താൻ ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാം പരിചയപ്പെടുത്തി കഴിയുമ്പോൾ രണ്ടുപേർക്കും തോന്നുന്ന ഒരു ധാരണ, ഞങ്ങളോടൊപ്പം ഒരു സംഘം ആളുകൾ എൻ്റെ കുടുംബത്തിലുണ്ട്, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ധാരാളം പേർ എൻ്റെ സംഘത്തിലുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരെ ആദ്യം പഠിപ്പിക്കുന്നത് എന്താ? ഇനി നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് പൊയ്ക്കോണം. അവർക്കെല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുത്ത് അവരെ എത്രയും പെട്ടെന്ന് നാട് കടത്തി എവിടെയൊക്കെയോ വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരും. ഞാനത് കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ഓരോ കാലഘട്ടത്തിന്റെ ചിന്തകളോ വ്യത്യസ്തതകളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ ദൈവമാതാവും എലിസബത്തും പഠിപ്പിക്കുന്നത്, വൈവാഹിക ബന്ധം അവരുടെ ജീവിതത്തിൽ ലഭിച്ചു, കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്ന് ദൈവം തമ്പുരാൻ അവരോട് അരുളി ചെയ്തു. ഈ അരുളി ചെയ്ത പ്രകാരം അവർ അവരുടെ സന്തോഷം പങ്കുവെക്കുവാൻ ചാർച്ചക്കാർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു പുതിയ അനുഭൂതിയുടെ രംഗം അവർ കാഴ്ചവെച്ചുവെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലും അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിപ്പാൻ നമുക്കിടയാകണം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് the Sunday as the Women's Day. ഈ ദേവാലയത്തിലെ എല്ലാ സ്ത്രീരത്നങ്ങൾക്കും ഈ മാതാവിനെ പോലെ, എലിസബത്തിനെ പോലെ നന്മ സുവിശേഷിക്കുന്ന, നന്മ പ്രകടിപ്പിക്കുന്ന, നന്മയുടെ സന്ദേശവാഹകരായി തീരുവാൻ വലിയവനാ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കൃപ നൽകിയിട്ടുണ്ട്. അത് വർദ്ധിക്കട്ടെ, അത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അത് തീരാത്ത, അല്ലെങ്കിൽ അണഞ്ഞു പോകാത്തൊരു വെളിച്ചമായി അതെന്നും ദൈവം തമ്പുരാൻ സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു. വലിയവനാ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തും.